يا أيها الذين آمنوا استجيبوا لله والرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون أيها الناس أوصيكم وإياي نفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഒരു മുത്തഖിയായി ജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും അതിർവരമ്പുകളും സൂക്ഷിച്ച് ജീവിക്കാൻ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മുവഹിദായി കൊണ്ട് മരണപ്പെടാൻ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗാവകാശികളായ അബ്റാറുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഒരാളുടെ ജീവിതത്തിൽ തെറ്റുകൾ എത്രത്തോളം വലിയ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അത് അയാളുടെ ഈ ദുനിയവിയായ ജീവിതത്തിൽ, ദുനിയാവിന്റെ പല രംഗങ്ങളിലും, അയാളുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ഉപജീവനത്തിലാകട്ടെ, അതൊക്കെ എത്രമാത്രം ഉൾപ്പെടുന്നുവെന്നും അയാൾ ചെയ്ത പാപങ്ങൾ, ഒരു വ്യക്തി ചെയ്യുന്ന പാപങ്ങൾ അയാളുടെ കുടുംബത്തിലും ധനത്തിലും അയാളുടെ മറ്റെല്ലാ ദുനിയവിയായ വിഷയങ്ങളിലും ഏത് രൂപത്തിലാണ് അത് ബാധിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം തന്റെ ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ ഒരാളുടെ ഹൃദയത്തെ, വ്യക്തിപരമായി ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തിയാൽ, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വ്യക്തി എന്ന നിലക്ക് അയാൾ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഹൃദയത്തിൽ എത്രത്തോളം അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് വിശാലമായിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു. ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ അതിലെ 14-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കല്ലാ, അങ്ങനെയല്ല. അതിനു മുമ്പ് ഏതാനും വിഷയങ്ങൾ പറഞ്ഞു വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, റാന എന്ന ആ വാക്കിന് വ്യത്യസ്തമായ വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു വിശദീകരണം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ കറ വീണു പോയിരിക്കുന്നു എന്നാണ്, കറ പുരണ്ടിരിക്കുന്നു എന്നാണ്. അഥവാ ഒരാൾ ചെയ്യുന്ന തെറ്റുകൾ നിമിത്തം മകാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ, അവർ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിക്കൊണ്ട് ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ കറ വീഴുന്നു എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ ആ പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഇമാം തബരി റഹിമഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയാ, അഹാതത് ബിഹദ്ദുനൂബ് ഫഗത്തത്ഹാ. അഹാതത് ബിഹിദ്ദുനൂബ്, അയാളുടെ തെറ്റുകൾ ഇങ്ങനെ കൂടി കുമിഞ്ഞുകൂടി, ജീവിതത്തിൽ പറഞ്ഞതും ചെയ്തതും കണ്ടതും കേട്ടതും എല്ലാം ഇങ്ങനെ കുമിഞ്ഞുകൂടി അത് ഹൃദയത്തെ ഇങ്ങനെ വലയം ചെയ്യുന്നു, ഹൃദയത്തെ അത് മൂടിക്കളയുന്നു. ഏത് രൂപത്തിലാണ് അത് മൂടിക്കളയുക? റാനത്തിൽ ഖംറു അലാ അഖ്ലിഹി, അതൊരു പ്രയോഗമാണ്. ഏത് രൂപത്തിലാണോ ഒരാൾ മദ്യപിക്കുമ്പോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത്
അല അഖ്ലിഹി, അയാളുടെ ബുദ്ധിക്ക് ഏത് രൂപത്തിലാണോ ക്ഷയം സംഭവിക്കുക, ഒരു മറ സംഭവിക്കുക. അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് ഓർമ്മയില്ല. അയാൾ ആ സമയത്ത് കേൾക്കുന്നത് ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് അയാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഒരാൾക്ക് ഏത് രൂപത്തിലാണോ ഓർമ്മയില്ലാത്തത്, ആ രൂപത്തിൽ ഒരാളുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു ലഹരിയാണ്, ഹൃദയത്തെ മറച്ചു കളയുന്ന ഒരു വിഷയമാണ് തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരാള് മദ്യപാനിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോ ലാ യൻതബിഹ്, അയാളെ ഒന്നും പ്രശ്നമാക്കുന്നില്ല. അയാളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പ്രശ്നമില്ല. അയാൾ ആരെങ്കിലും നിന്ന് ചീത്ത പറഞ്ഞാൽ, അയാൾ റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ആളുകൾ കാണുന്നുണ്ടല്ലോ, ആളുകൾ അറിയുന്നുണ്ടല്ലോ, ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളോ ഞാനിങ്ങനെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് റോഡിന്റെ സൈഡിൽ നിന്ന്, റോട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് ആളുകളെ പ്രയാസപ്പെടുത്തുന്നു, അതൊന്നും അവർക്ക് വിഷയമേ അല്ല. ഏത് രൂപത്തിലാണോ ഒരു വ്യക്തി ഇങ്ങനെയായി തീരുന്നത്, ഇതുപോലെ അയാളുടെ ഹൃദയത്തെ വലയം ചെയ്തുകൊണ്ട് ആ ഹൃദയം മുഴുവൻ പാപങ്ങളുടെ കറ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ആ ഹൃദയം കൊണ്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ആ ഒരു ഹൃദയശുദ്ധിയും ഇഖ്ലാസും പതിയെ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ അദ്നബൽ അബ്ദ്, ഒരു അടിമ, അള്ളാഹുവിന്റെ ഒരു അടിമ അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നുകിത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ഡോട്ട് വീഴുമെന്നാണ്, ഒരു കറുത്ത പുള്ളി. അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത്. ഫഇൻ താബ, അവൻ തൗബ ചെയ്യുന്നു, വനസഗ വസ്തഗ്ഫറ, അതിൽ നിന്നും അവൻ മാറി, അതിൽ നിന്നും അവൻ പിന്തിരിഞ്ഞു. ഫഇൻ താബ എന്നാണ്, അവൻ അതിലേക്ക് പിന്നെ മടങ്ങാതെ ഇരിക്കുക അല്ലെ. തൗബ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് മടക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തെറ്റിലേക്ക് പിന്നെ മടങ്ങാത്ത രൂപത്തിൽ അവൻ തിരിഞ്ഞു കളയും. വസ്തഗ്ഫറ, അല്ലാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ നടത്തി. സുഖില മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തെ, ആ കറുത്ത പുള്ളിയെ ഒരച്ച് നമ്മൾ കഴുകുന്നത് പോലെ ആ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുള്ളിക്കുത്തിൽ നിന്നും കഴുകി വൃത്തിയാക്കുമെന്നാണ്. ആ ഹൃദയത്തിനെ ശുദ്ധിയാക്കും. ആ കറുത്ത പുള്ളി അവിടെ നിന്ന് മാഞ്ഞു പോകും അവൻ തൗബ ചെയ്യുമ്പോൾ. അവൻ എങ്ങാനും ആ തെറ്റിങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അവൻ തൗബ ചെയ്യുന്നില്ല, അതേ തെറ്റിനെ അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ മഹത്തായ വലിയ ഒരു സംഭവമായി ആ ഹൃദയത്തെ അത് ബാധിച്ചു തുടങ്ങുമെന്നാണ്. അഥവാ ആ പുള്ളിക്കുത്തുകൾ ഇങ്ങനെ വർദ്ധിച്ച് 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 ആ ഹൃദയം മുഴുവൻ ഒരു കറുത്ത ഇരുണ്ടുപോയ ഒരു അവസ്ഥയിലേക്ക് ആ ഹൃദയം മാറിത്തീരുമെന്നാണ്. എന്നിട്ടോ പിന്നെ ആ ഹൃദയം കൊണ്ട് അവന് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരാമർശം, വഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. വഹും അഅ്യുനുഹും, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാണാൻ കഴിയുന്നില്ല, അവർ അന്ധനായതുകൊണ്ടല്ല. വഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവർക്ക് ചെവി കേൾക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അവർക്ക് ചെവി കേൾക്കാം. അവർക്ക് കണ്ണ് കാണാം, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ ചിന്തിക്കാനോ കേൾക്കാനോ കാണാനോ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന, ഹൃദയത്തിന്റെ മരണം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇമാം ഹസ്സനുൽ ബസ്രി റഹ്മഹുല്ലാ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, അദ്ദംബു അല അദ്ദംബ്, തെറ്റുകൾ ഒരാൾ ചെയ്യുന്നു അതിനാണ് നിസ്സാരവൽക്കരിക്കുന്നു. ഇതെന്താ വലിയ കാര്യമാണോ? ഇത്ര വലിയ സംഭവമാക്കേണ്ട വിഷയമൊന്നുമില്ല. ഇങ്ങനെ ജീവിതത്തിൽ ആ തെറ്റുകൾ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. ഹത്താ യമൂത ഖൽബഹ്, അവന്റെ കൽബ് മരിച്ചു പോകുന്നൊരവസ്ഥ, നിർജീവാവസ്ഥയിലേക്ക് അവന്റെ ഹൃദയം മാറിപ്പോകുന്നൊരവസ്ഥ. ഹത്താ യഅ്മൽ ഖൽബ്, ആ കൽബിന് ഒരു അന്ധത ബാധിക്കുന്നൊരവസ്ഥ, ആ കൽബിനൊന്നും കാണാൻ കഴിയാത്ത, വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ. നമ്മൾ കാണാറുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഈ സിഗരറ്റിന്റെ പാക്കറ്റ് ഇങ്ങനെ മേടിക്കുമ്പോ ആ പാക്കറ്റിന്റെ മുമ്പിൽ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും മേടിക്കുമ്പോ അല്ലെങ്കിൽ കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളോ ഒക്കെ മേടിക്കുമ്പോ ഒരു പാക്കറ്റ് മസാല മേടിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ എന്താ ഉണ്ടാവുക? ഇത് നിങ്ങളുടെ കറിക്ക് രുചി ഉണ്ടാവാനുള്ളതാണ്. ഇത് നിങ്ങളുടെ സാധാരണ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനേക്കാൾ ഈ മസാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇത് വളരെ സ്വാദുള്ളതാണ്, ഇത് വളരെ രുചികരമാണ്, നമ്മൾ എങ്ങനെയെങ്കിലും അത് ഭക്ഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഭക്ഷണ പദാർത്ഥം ഒരു പാക്കറ്റിൽ മേടിച്ചാൽ അതിന്റെ മുമ്പിൽ അതുണ്ടാവും. നമ്മൾ എങ്ങനെയെങ്കിലും അത് മേടിച്ച് കഴിക്കണം. അതിനൊരു രുചിയില്ലെങ്കിലും ഏറ്റവും സ്വാദിഷ്ടമായത് എന്നായിരിക്കും അതിന്റെ കവറിൽ ഉണ്ടാവുക. എന്നാലും ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ എന്താ ഉണ്ടാവുക? ആ സിഗരറ്റ് വലിച്ച് ക്യാൻസർ ബാധിച്ച് ആ ക്യാൻസറിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ഭീകരമായ ഒരു അവസ്ഥ ബാധിച്ച് മുഖം ഇങ്ങനെ വീർത്ത് അരൂപിയായിരിക്കുന്ന ഒരാളുടെ ഫോട്ടോയാണ് ഒരു സിഗരറ്റിന്റെ പാക്കറ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുക. അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാലും എന്റെ ആളുകൾക്ക് ഇത് മേടിക്കാൻ സാധിക്കുക? സാധാരണ അങ്ങനെയാണല്ലോ. നമ്മൾ സാധാരണ ഒരു സാധനം മേടിക്കാൻ അത് മേടിക്കണ്ട എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ കവറിൽ തന്നെ ഉള്ളത്. മദ്യപാനികൾ മദ്യത്തിന്റെ കുപ്പിയിൽ എന്താ എഴുതിയിട്ടുള്ളത്? അത് ശരീരത്തിന് കൊള്ളൂല എന്നാണ്. നിങ്ങളിത് കഴിക്കണം, വളരെ സ്വാദുള്ള ഒരു സാധനമാണ്, നമ്മളെല്ലാവരും സ്ഥിരമായി കഴിക്കണം, ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കഴിക്കാതിരിക്കും. ഇതൊന്നും അതിന്റെ മുമ്പിൽ ഉണ്ടാവില്ല. അവർക്ക് കണ്ണുണ്ട്, അത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ണുണ്ട്, അത് വായിക്കാനും സാധിക്കും. ലാ യുബ്സിറൂന ബിഹ, പക്ഷെ അവർക്ക് കാണാൻ കഴിയൂല എന്നാണ്. വഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹ, അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇസ്തജീബു ലില്ലാഹി വർ-റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും എന്ന. നിങ്ങൾ അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അവരുടെ അനുസരണത്തിലേക്ക്, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, പ്രവാചകൻ അനുസരിക്കുന്ന വിഷയത്തിൽ തെറ്റുകളിൽ നിന്ന് മാറിക്കൊണ്ട് അനുസരണത്തിലേക്ക് വിളിക്കുമ്പോ ഇസ്തജീബു, നിങ്ങൾ ഉത്തരം നൽകണം. ആദ്യ സമയത്ത് തന്നെ ഉത്തരം നൽകണം എന്നാ തഫ്സീറുകളിലുള്ള. പിന്നീടത്തേക്കാകാം, ഇപ്പൊ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഇപ്പൊ ഈ ഒരു സമയം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് ഊരാം. ഈയൊരു സമയം, ഈ ഒരു വീട് പണിയൊക്കെ തീരുന്നത് വരെ തൽക്കാലം ലോണിൽ ഇങ്ങനെ പോട്ടെ, വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ശരിയാക്കാം. അല്ല, അല്ലാഹുവും പ്രവാചകനും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക്, ഇപ്പോഴല്ലേ, ഈ ഒരു ആവശ്യത്തിനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പല രംഗങ്ങളിലും തിന്മകളെ കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവും പ്രവാചകനും നിങ്ങളെ വിളിക്കുന്നതിലേക്ക് ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നത് എന്നാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആന്റെ ആ പ്രയോഗം നോക്കൂ. ലിമാ യുഹ്യീകും, അവർ നിങ്ങളെ വിളിക്കുന്നത് ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്കാണ് എന്ന്. ഇത് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്ന വിഷയമല്ല, മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകുന്ന വിഷയമല്ല. ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നത് എന്നാണ്. എന്താണ് ആയത്തിന്റെ തഫ്സീറിലുള്ളത്? ഇമാം സഅദി റഹ്മത്തുള്ളാഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, ഫഇന്ന ഹയാത്തൽ ഖൽബ് വർ-റൂഹ്, നമ്മുടെ ആത്മാവിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും ഫഇന്ന ഹയാതഹു, അതിന്റെ ജീവൻ എന്ന് പറയുന്നത് ബിഉബൂദിയത്തില്ലാഹി തആല വലുസൂമി ത്വാഅതിഹി വത്വാഅതി റസൂലിഹി അലദ്ദവാം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് അനുസരിക്കുന്നതിലാണ് ഹൃദയത്തിന്റെ ജീവൻ ഇരിക്കുന്നത് എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? എപ്പോഴാണോ അതിൽ നിന്നും ചെറിയ സ്റ്റെപ്പുകൾ മാറി തുടങ്ങുന്നത്, തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എപ്പോഴാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി, കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്, ആ സമയത്ത് ഹൃദയത്തിന്റെ ജീവൻ നിലച്ചു തുടങ്ങുകയാണ്. എത്രത്തോളം? യമൂത ഖൽബു, അവന്റെ ഹൃദയം അവസാനം മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, ഫലാ യഫ്സഊന വലാ യതഹാശൂ, അവന് പിന്നെ ആ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് എടുത്തു കളയുമെന്ന്. അതാണ് തെറ്റുകൾ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന കറ. ആ തെറ്റുകൾ ഹൃദയത്തെ കടുപ്പിച്ചു കളയുമ്പോൾ സംഭവിക്കുന്നത് അതാ, ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം അവനുണ്ടാവട്ടെ. പിന്നീട് അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാൻ അതൊരാൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ്. ആ രൂപത്തിൽ ഇബ്നു സയ്യിദ് റഹ്മഹുല്ലാ അദ്ദേഹം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ട് പറയാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ തുടർന്നുകൊണ്ട് പറയാം, ഗലബ അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയത്തെ ആ തെറ്റുകൾ അതിജയിച്ചു തുടങ്ങും. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന, അത് കുഴപ്പമില്ല
അത് ചെറിയൊരു കാര്യമല്ലേ എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം കൂടി അവന്റെ ഹൃദയത്തെ അവന്റെ ഹൃദയത്തെ അതിജയിക്കും. അവന് ജീവിതത്തിൽ ഖൈറുകൾ കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുക. ഖൈറുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ അനുസരണത്തിലേക്ക് നടന്നു നീങ്ങാൻ, പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അതാണ് സുന്നത്ത് എന്നവനറിയാം, അത് ചെയ്യണം എന്നവനറിയാം, എന്നാലും അതിലേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, പ്രവാചകനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഹിർമാൻ, അവൻ തടയപ്പെടുന്ന ഒരവസ്ഥ അവന്റെ തെറ്റുകൾ നിമിത്തം അവനുണ്ടാകുമെന്നാണ്. ഖൈറുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥ. ഫലൗ ലം യകുൻ ലിദ്ദംബി ഉഖൂബത്തുൻ ഇല്ലാ അന്നഹു യസുദ്ദു അൻ ത്വാഅത്തിൻ തകൂനു ബദലൻ. അവനവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത തെറ്റിന് അള്ളാഹു അവനെ ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഖൈറിൽ നിന്ന് തടയപ്പെടുക അതിനേക്കാൾ വലുത് എന്താണ് അവന് സംഭവിക്കാനുള്ളത്? അതവന് മതിയായതല്ലേ എന്നാണ് ഇമാം നമ്മളോട് ചോദിക്കുന്നത്. അത് മതിയായതല്ലേ? ഒരാൾ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ അവന് കഴിയാത്തൊരവസ്ഥ, അതിനേക്കാൾ വലിയ ശിക്ഷ എന്താ? ആ തെറ്റുകളെ തുടർന്നുകൊണ്ട് ഒരു ഖൈറ് ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ അവന് കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഒരു മനുഷ്യന് നേരിടാനുണ്ടോ? സലഫുകൾ വിശദീകരിക്കുന്നുണ്ട്, ഒരാളൊരു നന്മ ചെയ്താൽ, ഒരു നന്മ എന്ന് പറയുന്നത് മറ്റൊരു നന്മയിലേക്കുള്ള ഒരു വഴിയാണ്. ഒരു നന്മ ചെയ്യുന്നത് മറ്റൊരു നന്മയിലേക്കുള്ള വഴിയാണ് എന്നാണ്. ഒരു ഹസനാത്ത് അത് വിളിച്ചു പറയുമെന്നാണ്, യാ ഉഖ്തി യാ ഉഖ്തി എന്ന് വിളിച്ചു പറയുന്നതാണ്. ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ മറ്റുള്ള നന്മകളെ ആ നന്മ വിളിച്ചു കൂട്ടുന്നതാണ്. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഹസനാത്തുകളെ വിളിക്കുമെന്നാണ്. അപ്പൊ ആ ഹസനാത്തിന് പകരം, അതിന് പകരം അയാളൊരു തെറ്റാണ് ചെയ്യുന്നത് എങ്കിലോ അതുവഴി വരാനിരുന്ന എല്ലാ നന്മകളും അയാൾക്ക് തടയപ്പെട്ടു എന്നാണ്. ഒരു തിന്മ നിമിത്തം നമ്മൾ വിചാരിക്കുന്ന ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അത് കഴിഞ്ഞു. അല്ല, അതിന് പകരം അതൊരു നന്മയായിരുന്നുവെങ്കിൽ ആ നന്മ വാതില് തുറന്നുകൊണ്ട് വിളിക്കാനിരുന്ന ധാരാളം നന്മകളെ, ഒരു നന്മ മറ്റൊരു നന്മയെ കൊണ്ടുവരും, മറ്റൊരു നന്മ വേറൊരു നന്മയെ കൊണ്ടുവരും. അങ്ങനെ ഓരോ നന്മകളും അടുത്ത ഒരു നന്മയിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന ഒരു വിഷയം നമ്മൾ മറന്നുപോകും. നമ്മൾ ചെയ്യുന്ന ആ തെറ്റ് ധാരാളം നന്മകളിലേക്കുള്ള വാതിലുകൾ ഒരൊറ്റ സെക്കൻഡോടുകൂടി കൊട്ടിയടക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന, അങ്ങനെ ഓരോ നന്മകളും ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി പോകുന്ന ഒരു അവസ്ഥ. ഏത് രൂപത്തിൽ? അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മളത് പഠിപ്പിച്ചു തരാൻ, വഹാദ കറജുലിൻ അകല അക്ലതൻ. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, ഒരു നേരം ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചു, എന്നിട്ടോ ഔജബത് ലഹു മറദതൻ തവീലതൻ. ആ ഒരൊറ്റ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അയാളുടെ ജീവിതത്തിൽ വളരെ കാലം നീണ്ടു നിന്ന ഒരു അസുഖം ഉണ്ടായിന്ന, വളരെ കാലം നീണ്ടു നിന്ന ഒരു അസുഖം, ഒരൊറ്റ നേരം ഭക്ഷണം, ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും വിഷാംശം കാരണമോ, ആ ഭക്ഷണം പഴകിയത് കൊണ്ടോ, അയാളുടെ അത് കുടലിനെ ബാധിച്ചത് കൊണ്ടോ അയാളുടെ ശരീരത്തിൽ വലിയ ഒരു പ്രയാസം ഉണ്ടായി, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട്, അതിന്റെ വിഷാംശം കൊണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സമയത്തൊക്കെ അയാൾക്ക് കഴിക്കാൻ കഴിയുമായിരുന്ന നല്ല ഭക്ഷണങ്ങളെ അയാൾക്ക് കഴിക്കാൻ കഴിയണില്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം, അത് അയാളുടെ ശരീരത്തിലുണ്ടാക്കിയ പ്രയാസം കാരണം എത്ര ദിവസങ്ങൾ, എത്ര ആഴ്ചകൾ അയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കാതെ ഇരുന്നു പോകേണ്ടി വന്നു. അതുപോലെയാണ് ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓരോ തെറ്റുകളും ധാരാളം നന്മകൾക്കുള്ള ഒരു അടച്ചുപൂട്ടലാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും പല നന്മകളും ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പലതും ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഖുർആൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, രാത്രി നമസ്കരിക്കണമെന്ന് പഠിക്കാറുണ്ട്, അല്ലെ? അതൊക്കെ വിചാരിക്കാൻ, അതൊക്കെ നിയത്താക്കും. എനിക്ക് നാളെ മുതൽ തഹജ്ജുദ് നമസ്കരിക്കണം. റമദാൻ കഴിഞ്ഞപ്പോൾ മുതലേ നമ്മൾ നിയത്താക്കി, ഈ ഖിയാമുൽ ലൈലും ഈ തറാവീഹും ഒക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ തുടർന്നു പോകുമെന്ന് നമ്മൾ നിയത്താക്കി. എന്തേ ചെയ്യാൻ കഴിയാതിരുന്നത്? പലപ്പോഴും ഖുർആനെ ധാരാളമായിക്കൊണ്ട് ഹിഫ്ള് പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കഴിയുന്ന സമയം, ഒഴിവ് സമയം കിട്ടി എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഖുർആൻ ഒരുപാട് ഹിഫ്ള് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തേ ആഗ്രഹം പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാത്തത്?
പലപ്പോഴും ഇൽമ നേടുന്ന വിഷയത്തിൽ പല ക്ലാസ് കേൾക്കണം, എനിക്ക് ആ ഒരു ക്ലാസ് അതെനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും അത് ആഗ്രഹത്തിന് മാത്രം ഒതുങ്ങിപ്പോകുന്നത്, ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, റഅയ്തു റജുലൻ യബ്കി, ഒരു മനുഷ്യൻ ഒരിക്കൽ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ ഒരിക്കൽ കരയുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഫഖുൽതു ഫീ നഫ്സി ഹാദാ മുറാഇൻ. വേറെ ആളുകളോട് പറഞ്ഞു നടന്നല്ലോ കേട്ടോ. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഹാദാ മുറാഇൻ, ഇപ്പം വെറുതെ ആളുകളെ കാണിക്കാൻ. ഇവൻ ഒറ്റക്കിരുന്ന് കരഞ്ഞൂടെ? എന്തിനാ ആളുകളുള്ള സമയത്ത് ആളുകളുടെ മുമ്പിലിരുന്ന് അല്ലേ അയാളുടെ തെറ്റുകൾ ഓർത്ത് ഒരുപക്ഷെ പള്ളിയിൽ കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഒക്കെ കരഞ്ഞ ഒരു സമയം ഞാനിങ്ങനെ പറഞ്ഞു, ഹാദാ മുറാഇൻ, ഇവൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞു. വേറെ ആരോടും പറഞ്ഞില്ല. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയാ, ഹുരിമത് ഖിയാമൽ ലൈലി 5 അശ്ഹുരിൻ ബിദംബിൻ അദ്നബ്തു. ആ ഒരു തെറ്റ് കാരണം 5 മാസം ഹുരിമത് ഖിയാമുൽ ലൈൽ, എനിക്ക് 5 മാസം പിന്നെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഇത് പറയുന്നത് സലഫുകളുടെ നേതാവായ സുഫിയാനു സൗരി റഹ്മഹുല്ലാഹ്, താബിഈങ്ങളിൽപ്പെട്ട പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാം, അന്നത്തെ ആ സംസാരം അതെനിക്ക് മനസ്സിലായി. അതെന്റെ ഹൃദയത്തിലുണ്ടാക്കിയ ഒരു കറ, അതെന്റെ ഹൃദയത്തിലുണ്ടാക്കിയ മുറിവ്. 5 മാസം എനിക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ചെയ്ത ആ ഒരു തെറ്റ് നിമിത്തമാണ്. എന്നാലോചിച്ച് നോക്കാം, നമ്മൾ ചെയ്യുന്ന, മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ചില ചിന്തകൾ, ഒരാളെ മോശമാക്കിക്കൊണ്ട് വേറെ ആരോടും പറയണ്ട, നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ് അയാൾ എന്താണ് ഇങ്ങനെ, എന്തൊരു മോശമാണ് ഇയാളുടെ പ്രവൃത്തി എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ അയാളെ ജഡ്ജ് ചെയ്യുമ്പോൾ, അയാൾക്ക് മാർക്കിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന പുള്ളിക്കുത്തുകൾ നിമിത്തം പല നന്മകളിലേക്ക് നമ്മൾ തടയപ്പെടുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പ്രഗൽഭനായ പണ്ഡിതനാണ്, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറയാ, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമുൽ ലൈൽ, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമുൽ ലൈൽ വസ്സിയാമിൻ നഹാർ, നിങ്ങൾക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ കഴിയണില്ലല്ലേ? ഖിയാമുൽ ലൈലും രാത്രി നമസ്കാരങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലല്ലേ? വസ്സിയാമിൻ നഹാർ, പകലിലൊക്കെ സുന്നത്ത് നോമ്പെടുക്കണമെന്ന് ധാരാളം വിചാരിക്കാറുണ്ട്, കഴിയുന്നില്ല അല്ലേ? ഫഅലം, നീ അറിയണം, അന്നക മഹ്റൂമുൻ, നീ അതിൽ നിന്ന് തടയപ്പെട്ടവനാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ മടി കാരണമാണ്, നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്, നമുക്ക് തിരക്കുള്ളത് കൊണ്ടാണ്. അല്ല, ഫഅലം, നീ അറിയണം, അന്നക മഹ്റൂമുൻ, നീ അതിൽ നിന്നും തടയപ്പെട്ടവനാണ്. മുകബ്ബലുൻ കബ്ബലതുക ഖതീഅതുക, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ നിമിത്തം, നിന്റെ പ്രവർത്തനങ്ങൾ നിമിത്തം, നിന്റെ സംസാരങ്ങൾ നിമിത്തം, നിന്റെ പല ചിന്തകളെയും നിന്റെ പ്രവർത്തികളെയും കാരണം നീ അതിൽ നിന്ന്, ഫഅലം, നീ അറിയണം, അന്നക മഹ്റൂമുൻ, നീ അതിൽ നിന്ന് തടയപ്പെട്ടതാണ്. നിന്റെ മടി കാരണമൊന്നുമല്ല, അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകണം. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് നിന്ന് രാത്രി നമസ്കരിക്കാൻ അള്ളാന്റെ പ്രത്യേകമായ ഒരു തൗഫീഖ് വേണം. അത് അള്ളാഹ് തടഞ്ഞുകളയും. എന്ത് കാരണം? അള്ളാഹ് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണോ? അല്ല, ഖതീഅതുക, നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം ഒരുപാട് ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ തടയപ്പെടും. നോക്ക, ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു, അധ്യാപകനായിരുന്നു വഖീഅ് ഇബ്നു ജറാഹ്, അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഇമാം ഷാഫി റഹ്മഹുല്ലയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലയും ഒക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം ഷാഫി റഹ്മഹുല്ല ചോദിക്കുന്നു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി. ഇത് ഇമാം ഷാഫി റഹ്മഹുല്ല ചോദിച്ചതായിട്ടും അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യൻ ചോദിച്ചതായിട്ടും വ്യത്യസ്തമായ റിവായത്തുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശകൗതു, ഒരു പരാതി അദ്ദേഹത്തിനോട് ബോധിപ്പിക്കപ്പെടുകയാണ്. ഒരു പരാതി വരികയാണ്. എന്താണ്? ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി, ഹിഫ്ള് കിട്ടുന്നില്ല. ഇമാം ഷാഫി റഹ്മഹുല്ല അദ്ദേഹം ഒരു പരാതി പറയാൻ, എനിക്ക് ഹിഫ്ള് അങ്ങോട്ട് ശരിയാകുന്നില്ല, പഠിച്ചത് ഇങ്ങനെ മറന്നു പോകുന്നു. ഹിഫ്ളാക്കിയത് പല ഹദീസുകളും പല ഖുർആനിന്റെ വിഷയങ്ങളും ഒക്കെ ഹിഫ്ളാക്കിയത് പലതും സൂഅ ഹിഫ്ളി, എന്റെ ഹിഫ്ള് മോശമായി പോകുന്നു. അദ്ദേഹം പറയാൻ, ഫഅർശദനി,
എനിക്ക് അദ്ദേഹം വഴികാട്ടി, എന്റെ ഗുരു എനിക്ക് വഴികാട്ടി ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ്. തെറ്റുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഹിഫ്ളൊന്നും കിട്ടൂല എന്നാണ്. ഇസ്തഇൻ അലൽ ഹിഫ്ളി ബിഖില്ലത്തി ദുനൂബ്, ഖില്ലത്തി ദുനൂബ്, പാപങ്ങൾ കുറച്ചുകൊണ്ട് ഇസ്തഇൻ അലൽ ഹിഫ്, നീ ഹിഫ്ളിനെ തൊട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി അള്ളാഹുവിനോട് സഹായം തേടണം. എങ്ങനെ? എനിക്ക് ഹിഫ്ള് കിട്ടുന്നില്ല എന്ന് അള്ളാഹിനോട് പരാതി ബോധിപ്പിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ നിന്ന് തെറ്റുകളെ ഒഴിവാക്കണം. പലപ്പോഴും ഹിഫ്ള് കിട്ടാത്തത്, ഖുർആനൊക്കെ നമ്മൾ പഠിച്ചു, ഹിഫ്ള് കിട്ടുന്നില്ല. പല കാര്യങ്ങളും പഠിച്ചു, ഓർമ്മയിൽ നിൽക്കുന്നില്ല. പല ഇൽമും നേടുന്നു, പക്ഷെ അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഓർത്തിരിക്കാനോ കഴിയുന്നില്ല. എന്തേ പ്രശ്നം? അൽ മആസി, അള്ളാഹിനോടുള്ള അനുസരണക്കേടാണ്. അതുകൊണ്ട് പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ തടയപ്പെടാൻ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, വഖാല ഇഅ്ലം, നിങ്ങൾ അറിയണം, ബി അന്നൽ ഇൽമ നൂറുൻ, ഇൽം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് നൂറുൻ, അത് പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്തഹു ആസി, അല്ലാഹു ഒരിക്കലും ആ പ്രകാശം ലാ യുഅ്തഹു, അത് നൽകുകയില്ല, ആസി, അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്നവൻ, തിന്മകളെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവൻ. അതൊന്നും ഒരു വിഷയമേ അല്ലാത്ത പോലെ, അതൊന്നും ഒരു തെറ്റേ അല്ലാത്തതുപോലെ, ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ ഇത്ര വലിയ ഗൗരവമാക്കാനുണ്ടോ എന്നൊക്കെ കണ്ട് തെറ്റുകളെ നിസ്സാരമാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവന് അള്ളാഹു ഒരിക്കലും ഇൽമെന്ന് പറയുന്ന നൂറ്, നിങ്ങൾ അറിയണം, അത് നൂറാണ്, അത് പ്രകാശമാണ്, അത് ഒരിക്കലും അള്ളാഹു തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് നൽകുകയില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പല നന്മകളും നമ്മൾ തടയപ്പെടും. പലതും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പല സൂറത്തുകളും ഹിഫ്ള് പഠിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അയ്യാമുൽ ബിഅ്ദിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പെടുക്കണം അല്ലേ. റമളാനിൽ നമ്മൾ നോമ്പെടുത്തപ്പോ എന്ത് സുഖം ഇങ്ങനെ നോമ്പെടുക്കാനൊക്കെ, മാഷാ അല്ലാഹ് എന്ത് റാഹത്താ. എന്നാ പിന്നെ ഇനി റമളാനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ഞാൻ നോമ്പെടുക്കും. കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു നോമ്പെങ്കിലും എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും എല്ലാവരും ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. പല നന്മകളും ആഗ്രഹിച്ചിട്ട് എന്തേ നടക്കാത്തത്? നമ്മൾ നന്മകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി തിന്മകളെ കൊണ്ടുവരുമ്പോ തടയപ്പെടുകയാണ് നന്മകളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. തെറ്റുകളുടെ ഗൗരവത്തെ സംബന്ധിച്ചും അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന കറകളെ സംബന്ധിച്ചും, ആ കറകൾ കുമിഞ്ഞുകൂടി ഒരാളുടെ ഹൃദയത്തിനെ അഅ്മൽ ഖുലൂബ്, ആ ഹൃദയത്തിനെ അന്ധമാക്കി കളയുന്ന, ഹൃദയത്തിന്റെ കാഴ്ച നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥ. തിന്മ കണ്ടാലും അത് തിന്മയാണല്ലോ എന്ന ഒരു ബോധമില്ലാത്ത ഒരവസ്ഥ, നന്മകൾ ജീവിതത്തിൽ തടയപ്പെടുന്ന ഒരവസ്ഥ. ഇതിനെയൊക്കെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. എന്താണ് ജീവിതത്തിൽ ഇനി ഈ തിന്മകളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ഏതൊരു തിന്മയും ഒരു നന്മക്ക് പകരമാണ്. ഏതൊരു തിന്മയും ഒരു നന്മക്ക് പകരമാണ്. എന്റെ കാരണം, ഒരു തിന്മ ചെയ്യാനുള്ള അവസരം കിട്ടി, ആ തിന്മ ഒഴിവാക്കൽ ഒരു ഖൈറാണ്. ഹറാമ് കാണാൻ ഒരു അവസരം കിട്ടി, ആ ഹറാമ് കാണുന്നത് തെറ്റാകുന്നത് പോലെ ആ ഹറാമ് കാണാൻ അവസരം കിട്ടി, ആ ഹറാമിനെ കാണാതിരിക്കുക എന്നതൊരു നന്മയാണ്. ഇപ്പൊ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപക്ഷെ നന്മയായി പരിഗണിക്കുന്നതൊക്കെ, സ്വാലിഹായ അമലുകളായി നമ്മൾ നമ്മുടെ മനസ്സിൽ പരിഗണിക്കുന്നതൊക്കെ ഖുർആനിന്റെ പാരായണം ശരിയാണ്, നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, ഇതെല്ലാം നന്മകൾ തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് തിന്മകളെ ഒഴിവാക്കലും നന്മയാണ്. തിന്മകളെ ഒഴിവാക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. കാരണം തിന്മകൾക്കുള്ള ധാരാളം അവസരങ്ങളുടെ കൂമ്പാരങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ എടുത്താൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം തിന്മക്കുള്ള അവസരങ്ങളാണ്. ചുറ്റും ആളുകളോടിരുന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകളുടെ കുറ്റം പറയാൻ, ആളുകളെ പറ്റി ഗീബത്തും നമീമത്തും ഒക്കെ പറയാൻ അവസരങ്ങളാണ് ആളുകളെ പറ്റി സംസാരിക്കാൻ. എന്നാൽ ആ ഒരു സംസാരത്തെ തൊട്ട് നിർത്താൻ ഇല്ല, ഞാൻ ഈ സംസാരത്തിൽ ഇല്ല എന്നൊരു തീരുമാനമെടുക്കാൻ, ആ ഹറാമ് ഞാൻ കാണുകയില്ല, ആ ഹറാമ് ഞാൻ കേൾക്കുകയില്ല എന്നുള്ള തീരുമാനങ്ങൾ
അതുപോലും നന്മയാണ് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരവസരത്തിലും നന്മ ചെയ്യാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹറാമ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ആ ഹറാമിനെ ഒഴിവാക്കി അതൊരു ഹസനാത്തായി നേടിയെടുക്കാൻ ഒരു വിശ്വാസി ജാഗ്രത കാണിക്കും. അതുപോലെ ജീവിതത്തിൽ വരുന്ന ഏതൊരവസരവും പാഴാക്കാതെ പരമാവധി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വകവെച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ മാത്രം ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് തിന്മകളെ മാറ്റി നിർത്താനുള്ള ഒരു ജാഗ്രത ഒരു വിശ്വാസി എപ്പോഴും അവന്റെ ജീവിതത്തിൽ കാണിക്കണം. കാരണം ഓരോ തിന്മയും ഓരോ നന്മകൾക്കുള്ള 1000 നന്മകൾക്കുള്ള വാതിലുകളെ അടക്കുന്നതാണ് എന്ന ഒരു ബോധ്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ എന്റെ രാത്രി നമസ്കാരങ്ങൾ ഒരുപക്ഷെ തടയപ്പെട്ടത് എന്റെ ഈ തിന്മകൾ കൊണ്ടാണ് എങ്കിൽ, എന്റെ ആ കാഴ്ച കൊണ്ടാണ് എങ്കിൽ, ഞാൻ പല ആളുകളുടെയും പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്, പല ആളുകളെയും പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണോ ഒരുപക്ഷെ പരിശുദ്ധ ഖുർആനിനെ എനിക്ക് ഹിഫ്ള് പഠിക്കാൻ കഴിയാത്തത്? പലതും എനിക്ക് പഠിക്കാനും നേടാനും രാവിലെ എല്ലാ ദിവസവും അദ്കാറുൽ സ്വബാഹ്, അദ്കാറുൽ മസാ ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് രാവിലെയും വൈകിട്ടുള്ള ദിക്റുകളൊക്കെ ചൊല്ലണം എന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു ബോധം, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നന്മകൾക്കുള്ള അവസരങ്ങൾ എത്രത്തോളം ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തുന്നുവോ അത്രത്തോളം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൂടുതൽ നന്മക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നാണ്. ഇവിടെ സ്വാഭാവികമായി നമ്മളിൽ പല ആളുകളുടെയും അടുക്കൽ നമ്മുടെ ദഅവ ഫണ്ടുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിയിട്ടുണ്ടാകും. നമ്മുടെ ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ദഅവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായി നമ്മുടെ കേരളത്തിലുടനീളം നടക്കുന്ന മുഖാമുഖങ്ങളും സെമിനാറുകളും അതുപോലെ തന്നെ ധാരാളം പദ്ധതികളും ഇതൊക്കെ അള്ളാഹുവിന്റെ ദീന് പരിശുദ്ധ ഖുർആൻ ആളുകളിലേക്ക് എത്തിക്കാനും പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ പരമാവധി ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയുള്ള ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീന് പരിചയമില്ലാത്ത അതല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളിലേക്ക് ആ ദീനിനെ കൃത്യമായി എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് എല്ലാ ദഅവ പ്രവർത്തനങ്ങളും, എല്ലാ പൊതുപരിപാടികളും. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് കളക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ ദഅവ ഫണ്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിനെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഓരോ പരിപാടികളിലേക്കുമാണ് ചെന്നെത്തുന്നത് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു ജുമാ നമസ്കാരം കഴിയുമ്പോൾ ഇത് ദഅവ ഫണ്ടിന്റെ കളക്ഷന് വേണ്ടി അവിടെ ആളുകളുണ്ടാകും. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആ ഒരു നന്മക്കുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു രൂപ അള്ളാഹുവിന്റെ ദീനിനെ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിന്റെ ദീനിനെ അറിയാത്ത ഒരാളിലേക്കെങ്കിലും ഒരു നന്മയുടെ സന്ദേശം എത്താൻ നമ്മൾ കാരണമായാൽ നാളെ ഖിയാമത്ത് നാളിൽ നമുക്കത് വലിയ ഒരു ഖൈറായി അത് മാറുമെന്നും നമ്മുടെ മീസാനിൽ അതൊരു വലിയ കനം തൂങ്ങുന്ന വിഷയമായി മാറുമെന്ന നീയത്തോടുകൂടി, ഒരു നല്ല നീയത്തോടുകൂടി നമ്മളിൽ കഴിയുന്ന ആളുകൾ, നമുക്ക് എത്രയാണോ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായ ചെലവഴിക്കലാണ്, ഏറ്റവും അഫ്ളലായ ചെലവഴിക്കലാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദീൻ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്തിന്റെ ഓരോ രൂപയും അതിന്റെ ഗൗരവം മനസ്സിലാക്കി, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നമ്മളെല്ലാവരും കഴിയുന്നത് പോലെ ആ ഒരു സംരംഭത്തിലേക്ക് നമ്മുടെ കഴിയുന്ന തുകകൾ കൊടുക്കണമെന്നും ഓഫർ ചെയ്യണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും മുമ്പ് കഴിഞ്ഞുപോയതും ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളുടെ ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്നും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്, ഹോസ്പിറ്റലിന്റെ വരാന്തകളിലൂടെയും പ്രയാസപ്പെട്ടുകൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മാനസികമായ സംഘർഷങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين وأقم الصلاة.